Hi friends, today we are discussing about variable selection and model building. കഴിഞ്ഞ ക്ലാസ്സിൽ ടു ടൈപ്പ് ഓഫ് ഇൻകറക്റ്റ് മോഡൽ സ്പെസിഫിക്കേഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. അതായത് എക്സ്ക്ലൂഷൻ ഓഫ് റെലവൻറ്റ് വേരിയബിൾസ് ആൻഡ് ഇൻക്ലൂഷൻ ഓഫ് ഇറെലവൻറ്റ് വേരിയബിൾ. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഇവാലുവേഷൻ ഓഫ് സബ്സെറ്റ് ഓഫ് റിഗ്രഷൻ മോഡൽ. 7 മെത്തേഡാണുള്ളത്. ഫസ്റ്റ് വൺ കോഎഫിഷ്യന്റ് ഓഫ് ഡിറ്റർമിനേഷൻ ആർ സ്ക്വയർ, അഡ്ജസ്റ്റഡ് കോഎഫിഷ്യന്റ് ഓഫ് ഡിറ്റർമിനേഷൻ അഡ്ജസ്റ്റഡ് ആർ സ്ക്വയർ, residual mean square, Mallows CP statistics, Akaike's information criterion AIC, Bayesian information criterion BIC, press statistic. First one, coefficient of determination. Coefficient of determination എന്ന് പറയുന്നത് square of multiple correlation coefficient between study variable y and set of explanatory variable x1, x2, etc. xp. ഇത് denote ചെയ്യുന്നത് rp square ആണ്. ആർ പി സ്ക്വയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് p-1 എക്സ്പ്ലനേറ്ററി വേരിയബിളും ഒരു ഇന്റർസെപ്റ്റ് ടേമുമാണ് അവിടെ ഉണ്ടായിരിക്കുക. ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആർ പി സ്ക്വയർ ഈക്വൽ ടു എസ് എസ് റെഗ് ഓഫ് പി ഡിവൈഡഡ് ബൈ എസ് എസ് ടി, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് എസ് എസ് റെസിഡുവൽ ഓഫ് പി ഡിവൈഡഡ് ബൈ എസ് എസ് ടി. സിൻസ് കെ എക്സ്പ്ലനേറ്ററി വേരിയബിൾസ് ആണ് അവിടെ ഉള്ളത്, p-1 എക്സ്പ്ലനേറ്ററി വേരിയബിൾ ചൂസ് ചെയ്യണം. സോ അവിടുത്തെ പോസിബിൾ ചോയ്സ് എന്ന് പറയുന്നത് കെ സി p-1 ആയിരിക്കും. ഓരോ ചോയ്സിലും ഓരോ സബ്സെറ്റ് ഓഫ് മോഡൽസ് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യാം. ഈ കോഎഫിഷ്യന്റ് ഓഫ് ഡിറ്റർമിനേഷൻ പി ഇൻക്രീസ് ആവുന്നതിനോടൊപ്പം ഇൻക്രീസ് ആവുന്നുണ്ട്. ദെൻ പ്രൊസീജിയർ എങ്ങനെയാണെന്നാണ്, അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു പി വാല്യൂ ചൂസ് ചെയ്യും. ദെൻ ഈ പി വാല്യൂ വെച്ച് മോഡൽ ഫിറ്റ് ചെയ്തിട്ട് ആർ പി സ്ക്വയർ അവിടുത്തെ കോഎഫിഷ്യന്റ് ഓഫ് ഡിറ്റർമിനേഷൻ കണ്ടുപിടിക്കും. ദെൻ ഒരു എക്സ്പ്ലനേറ്ററി വേരിയബിളും കൂടി ആഡ് ചെയ്യും, മോഡൽ ഫിറ്റ് ചെയ്യും, കോഎഫിഷ്യന്റ് ഓഫ് ഡിറ്റർമിനേഷൻ കാൽക്കുലേറ്റ് ചെയ്യും. ഇതിനെ ആർ സ്ക്വയർ പി പ്ലസ് 1 എന്ന് വിളിച്ചു. Then എന്തായാലും ആർ സ്ക്വയർ പി പ്ലസ് 1 is greater than ആർ പി സ്ക്വയർ ആയിരിക്കും. ദെൻ ആർ സ്ക്വയർ പി പ്ലസ് 1 മൈനസ് ആർ പി സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യുക. ഈ വാല്യൂ സ്മോൾ ആണെങ്കിൽ പ്രൊസീജിയർ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും. പി സബ്സെറ്റ് ഓഫ് റിഗ്രഷൻസ് നമ്മൾ ചൂസ് ചെയ്യും. ഇനി ആർ സ്ക്വയർ പി പ്ലസ് 1 മൈനസ് ആർ പി സ്ക്വയർ ഹൈ ആണെങ്കിൽ നമ്മൾ ഒരു എക്സ്പ്ലനേറ്ററി വേരിയബിൾ കൂടി ആഡ് ചെയ്യും, മോഡൽ ഫിറ്റ് ചെയ്യും, ആർ സ്ക്വയർ പി പ്ലസ് 1 കാൽക്കുലേറ്റ് ചെയ്യും, ആ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യും. ഹൈ ആണെങ്കിൽ വീണ്ടും പ്രൊസീജിയർ. ഇങ്ങനെ ഈ ആർ സ്ക്വയർ പി പ്ലസ് 1ഉം ആർ പി സ്ക്വയറിന്റെ ഡിഫറൻസ് ഹൈ ആണോ ലോ ആണോ നോക്കും. ഹൈ ആവുമ്പോൾ വീണ്ടും എക്സ്പ്ലനേറ്ററി വേരിയബിൾസ് ആഡ് ചെയ്യും. ഇത് എപ്പോഴാണോ സ്മോൾ ആവുന്നത് അവിടെ വെച്ച് പ്രൊസീജിയർ സ്റ്റോപ്പ് ചെയ്യും. ഗ്രാഫ് റെപ്രസെന്റ് ചെയ്യുന്നത് പിയും ആർ പി സ്ക്വയറും തമ്മിലുള്ള റിലേഷൻ ആണ്. പി ഇൻക്രീസ് ആവുന്നതിനനുസരിച്ച് ആർ പി സ്ക്വയർ ഇൻക്രീസ് ആവുന്നുണ്ട്. ബട്ട് ഒരു പെർട്ടിക്കുലർ വാല്യൂ കഴിയുമ്പോൾ പി ഇൻക്രീസ് ആവുന്ന അത്രയും റേറ്റിൽ ആർ പി സ്ക്വയർ ഇൻക്രീസ് ആവുന്നില്ല. ഈ പി എങ്ങനെ ചൂസ് ചെയ്യുന്നത് വെച്ചാൽ ഒരു അനലിസ്റ്റിന്റെ ജഡ്ജ്മെന്റും എക്സ്പീരിയൻസും വെച്ചായിരിക്കും പി ചൂസ് ചെയ്യുക. തേർഡ് മെത്തേഡ് റെസിഡ്യുവൽ മീൻ സ്ക്വയർ യൂസ് ചെയ്തിട്ടാണ്. ഒരു മോഡല് ബെസ്റ്റ് ഫിറ്റ് എന്ന് പറയണമെങ്കിൽ അവിടുത്തെ റെസിഡ്യുവൽ സ്മോൾ ആയിരിക്കണം. സോ മോഡൽ വിത്ത് സ്മോളർ എസ് എസ് റെസിഡ്യുവൽ ആയിരിക്കും നമ്മൾ പ്രിഫർ ചെയ്യുക. റെസിഡ്യുവൽ മീൻ സ്ക്വയർ ബേസ്ഡ് ഓൺ പി വേരിയബിൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എം എസ് റെസിഡ്യുവൽ ഓഫ് പി ഈക്വൽ ടു എസ് എസ് റെസിഡ്യുവൽ ഓഫ് പി ഡിവൈഡഡ് ബൈ എൻ മൈനസ് പി എന്ന് പറയുന്ന ഫോർമുല യൂസ് ചെയ്യാം. മോഡൽ സെലക്ഷന് വേണ്ടിയിട്ട് എസ് എസ് റെസിഡ്യുവൽ യൂസ് ചെയ്യുന്ന പോലെ തന്നെ എം എസ് റെസിഡ്യുവൽ നമുക്ക് യൂസ് ചെയ്യാം. ഗ്രാഫ് റെപ്രസെന്റ് ചെയ്യുന്ന പിയും എം എസ് റെസിഡ്യുവലും തമ്മിലുള്ള റിലേഷൻ ആണ്. സോ പി ചൂസ് ചെയ്യുമ്പോൾ എം എസ് റെസിഡ്യുവൽ മിനിമം ആവുന്ന തരത്തിൽ വേണം പി ചൂസ് ചെയ്യാൻ. അതുപോലെ തന്നെ പി ചൂസ് ചെയ്യുമ്പോൾ എം എസ് റെസിഡ്യുവലും ആക്ച്വൽ മോഡലിലത്തെ എം എസ് റെസിഡ്യുവലും തമ്മിൽ ഏകദേശം ഈക്വൽ ആവുന്നുണ്ടോ എന്ന് നോക്കണം. അതുപോലെ തന്നെ ഈ പി വാല്യൂവിൽ എം എസ് റെസിഡ്യുവൽ മിനിമം ആവുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ പി വാല്യൂ യൂസ് ചെയ്തിട്ട് സബ്സെറ്റ് ഓഫ് റിഗ്രഷൻ മോഡൽ ഫിറ്റ് ചെയ്യാം. ഫോർത്ത് മെത്തേഡ് മാലോസ് സി പി സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ് ചെയ്തിട്ടാണ്. Mallows statistics measures in the overall bias or mean square error in the fitted model summation I equal to 1 to n expectation of yi hat minus expectation of yi whole square divided by sigma square. yi hat fitted value ആണ്. Expectation of yi is the expected response of the regression model. CP statistics CP equal to SS residual of p divided by ms residual of full model minus n plus 2p. Consider the model y equal to x beta plus epsilon. പാർട്ടീഷൻ ചെയ്ത് x equal to x1, x2 എന്ന് എഴുതാം. അതിൽ x1 എന്ന് പറയുന്നത് n by p മെട്രിക്സും x2 എന്ന് പറയുന്നത് n by q മെട്രിക്സും ആണ്. സോ y equal to x1 beta 1 plus x2 beta 2 plus epsilon, where expectation of epsilon equal to 0, variance of epsilon equal to sigma square I. ബീറ്റ എന്ന് പറയുന്നത് beta 1 dash, beta 2 dash all dash ആണ്. സോ നമ്മുടെ റെഡ്യൂസർ മോഡൽ എന്ന് പറയുന്നത് y equal to x1 beta 1 plus delta. Expectation of delta equal to 0, variance of delta equal to sigma square I. Then നമ്മുടെ predicted y എന്ന് പറയുന്നത് y hat equal to x1 beta 1 hat, where beta 1 hat is equal to x1 dash x1 all inverse x1 dash y.
സോ ഇതിൽ നിന്നാണ് നമ്മൾ സി പി സ്റ്റാറ്റിസ്റ്റിക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ സി പി ഈക്വൽ ടു 2p മൈനസ് എൻ പ്ലസ് എസ് എസ് റെസിഡ്യൂവൽ ഓഫ് പി ഡിവൈഡഡ് ബൈ സിഗ്മ ഹൈറ്റ് സ്ക്വയർ എന്ന് കിട്ടും. മാലോസ് സി പി സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ ദ മോഡൽ y ഈക്വൽ ടു x1 β1 പ്ലസ് ഡെൽറ്റ എന്ന് പറയുന്നത് സി പി ഈക്വൽ ടു എസ് എസ് റെസിഡ്യൂവൽ ഓഫ് പി ഡിവൈഡഡ് ബൈ എം എസ് റെസിഡ്യൂവൽ ഓഫ് ഫുൾ മോഡൽ മൈനസ് എൻ പ്ലസ് 2p ആണ്. ഒരു പെർട്ടിക്കുലർ കേസ് ഉണ്ട് p ഈക്വൽ ടു k വരുന്നത്. സോ സി കെ ഈക്വൽ ടു എസ് എസ് റെസിഡ്യൂവൽ ഓഫ് k ഡിവൈഡഡ് ബൈ എം എസ് റെസിഡ്യൂവൽ ഓഫ് ഫുൾ മോഡൽ മൈനസ് എൻ പ്ലസ് 2k. ഇതിൽ എം എസ് റെസിഡ്യൂവൽ ഓഫ് ഫുൾ മോഡൽ എന്ന് പറയുന്നത് എസ് എസ് റെസിഡ്യൂവൽ ഓഫ് ഫുൾ മോഡൽ ഡിവൈഡഡ് ബൈ എൻ മൈനസ് കെ ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ സി കെ ഈക്വൽ ടു എൻ മൈനസ് കെ മൈനസ് എൻ പ്ലസ് 2k എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു k. So for the full model CK equal to K. Fifth method, Akaike's information criterion AIC. Akaike's information criterion statistic എന്ന് പറയുന്നത് AICP equal to n log SS residual of P divided by n plus 2P, where SS residual of P equal to y dash HYP, that is equal to y dash x1 x1 dash x1 all inverse x dash y. സോ നമ്മുടെ ഫുൾ മോഡൽ എന്ന് പറയുന്നത് y ഈക്വൽ ടു x1 β1 പ്ലസ് x2 β2 പ്ലസ് എപ്സിലോൺ, അതായത് x ബീറ്റ പ്ലസ് എപ്സിലോൺ ആയിരുന്നു. അവിടെ നമ്മൾ സബ്സെറ്റ് മോഡൽ ആയിട്ട് എടുത്തിരിക്കുന്നത് y ഈക്വൽ ടു x1 β1 പ്ലസ് ഡെൽറ്റ ആണ്. AIC ഡിഫൈൻ ചെയ്തിരിക്കുന്നത് AIC ഈക്വൽ ടു -2 മാക്സിമൈസ്ഡ് ലോഗ് ലൈക്ലിഹുഡ് പ്ലസ് 2 ഇൻറ്റു നമ്പർ ഓഫ് പാരാമീറ്റേഴ്സ്. നമുക്കറിയാം ലീനിയർ റിഗ്രഷൻ മോഡലിൽ എപ്സിലോൺ ഫോളോ ചെയ്യുന്നത് നോർമലി വിത്ത് മീൻ 0 വേരിയൻസ് സിഗ്മ സ്ക്വയർ ഐ ആണ്. ദെൻ നമ്മൾ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എഴുതുമ്പോൾ എൽ ഓഫ് y ബീറ്റ സിഗ്മ സ്ക്വയർ ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 2π സിഗ്മ സ്ക്വയർ ഓൾ പവർ n ബൈ 2 ഇ പവർ -1/2 y മൈനസ് എക്സ് ബീറ്റ ഡാഷ് ഇൻറ്റു y മൈനസ് എക്സ് ബീറ്റ ഡിവൈഡഡ് ബൈ സിഗ്മ സ്ക്വയർ. ദെൻ നമ്മൾ ലോഗരിതം എടുക്കുമ്പോൾ L of y, beta, sigma square equal to minus n by 2 ln 2pi minus n by 2 ln sigma square minus 1 by 2 y minus x beta dash y minus x beta divided by sigma square എന്ന് കിട്ടും. Then ഇത് മാക്സിമൈസ് ചെയ്യുമ്പോൾ നമുക്ക് ബീറ്റ ടിൽഡ ഈക്വൽ ടു എക്സ് ഡാഷ് എക്സ് ഓൾ ഇൻവേഴ്സ് എക്സ് ഡാഷ് വൈ എന്നും സിഗ്മ ടിൽഡ സ്ക്വയർ ഈക്വൽ ടു എൻ മൈനസ് പി ഡിവൈഡഡ് ബൈ എൻ സിഗ്മ ഹാറ്റ് സ്ക്വയർ എന്നും കിട്ടും. ബീറ്റ ടിൽഡ എന്ന് പറയുന്നത് മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റ് ഓഫ് ബീറ്റയും സിഗ്മ ഹെഡ് സ്ക്വയർ എന്ന് പറയുന്നത് മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റ് ഓഫ് സിഗ്മ സ്ക്വയറും ആണ്. ഓർഡിനറി ലീസ്റ്റ് സ്ക്വയർ എസ്റ്റിമേറ്റും മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റും സെയിം ആണ് ബീറ്റയുടെ കേസിൽ. അതേസമയം സിഗ്മ ടിൽഡ സ്ക്വയർ എന്ന് പറയുന്നത് മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റ് ഓഫ് സിഗ്മ സ്ക്വയറും സിഗ്മ ഹാറ്റ് സ്ക്വയർ എന്ന് പറയുന്നത് ഓർഡിനറി ലീസ്റ്റ് സ്ക്വയർ എസ്റ്റിമേറ്റ് ഓഫ് സിഗ്മ സ്ക്വയർ ആണ്. സിഗ്മ സ്ക്വയറിന്റെ കേസിൽ മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റും അതുപോലെ തന്നെ ഓർഡിനറി ലീസ്റ്റ് സ്ക്വയർ എസ്റ്റിമേറ്റും ഡിഫറെന്റ് ആയിരിക്കും. AIC ഡിഫൈൻ ചെയ്തിരിക്കുന്നത് -2 ഇൻറ്റു മാക്സിമൈസ്ഡ് ലോഗ് ലൈക്ലിഹുഡ് പ്ലസ് 2 ഇൻറ്റു നമ്പർ ഓഫ് പാരാമീറ്റേഴ്സ് ആണ്. നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന മാക്സിമൈസ്ഡ് ലോഗ് ലൈക്ലിഹുഡ് ഫംഗ്ഷൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ AIC ഈക്വൽ ടു ln SS residual ഡിവൈഡഡ് ബൈ n പ്ലസ് 2p പ്ലസ് n ഇൻറ്റു ln 2π പ്ലസ് 1 എന്ന് കിട്ടും. വേർ SS residual ഈക്വൽ ടു y ഡാഷ് ഇൻറ്റു i മൈനസ് എക്സ് എക്സ് ഡാഷ് എക്സ് ഓൾ ഇൻവേഴ്സ് എക്സ് ഡാഷ് ഇൻറ്റു y എന്ന് കിട്ടും. ദെൻ ഈ AIC യൂസ് ചെയ്തിട്ട് പിയുടെ വാല്യൂ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ രണ്ട് AIC വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യുക, അതിന്റെ ഡിഫറൻസ് നോക്കുക. ഡിഫറൻസ് മോർ ദാൻ -2 ആണെങ്കിൽ മിനിമം വാല്യൂ ഓഫ് AIC നമ്മൾ P ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യും. ദെൻ ഈ P യൂസ് ചെയ്തിട്ട് നമ്മൾ സബ്സെറ്റ് ഓഫ് റിഗ്രഷൻ മോഡൽ ഫിറ്റ് ചെയ്യും. സിക്സ്ത് വൺ ബെയ്യേഷ്യൻ ഇൻഫോർമേഷൻ ക്രൈറ്റീരിയൻ യൂസ് ചെയ്തിട്ടാണ്. AICയുടെ പോലെ തന്നെ ബെയ്യേഷ്യൻ ഇൻഫോർമേഷൻ ക്രൈറ്റീരിയൻ ബേസ് ചെയ്തിരിക്കുന്ന പോസ്റ്റിയർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ മോഡൽ മാക്സിമൈസ് ചെയ്തിട്ടാണ്. ലീനിയർ റിഗ്രഷൻ മോഡലിൽ BIC ഡിഫൈൻ ചെയ്തിരിക്കുന്നത് n log of SS residual plus k minus n ln of n. BIC യൂസ് ചെയ്ത് എങ്ങനെ P വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യും എന്ന് വെച്ചാൽ BICയുടെ ഏറ്റവും സ്മോളർ ആയിട്ടുള്ള വാല്യൂ ആണ് നമ്മൾ P ആയിട്ട് ചൂസ് ചെയ്യുക. സെവൻത്ത് വൺ പ്രെസ്റ്റാറ്റിസ്റ്റിക്. പ്രെസ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് വെച്ചാൽ പ്രെഡിക്റ്റഡ് റെസിഡ്യൂവൽ എറർ സം ഓഫ് സ്ക്വയർ. ഈ പ്രെഡിക്റ്റഡ് റെസിഡ്യൂവൽ എറർ സം ഓഫ് സ്ക്വയർ യൂസ് ചെയ്തിട്ട് സബ്സെറ്റ് ഓഫ് റിഗ്രഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് പ്രസ് P ഈക്വൽ ടു സമ്മേഷൻ i ഈക്വൽ ടു 1 to n yi minus yi hat all square, that is equal to summation I equal to 1 to n ei divided by 1 minus hii all square. hii എന്ന് പറയുന്നത് ith element in h, where h equal to x x dash x all inverse x ആണ്. ദെൻ ബാക്കി പ്രൊസീജിയേഴ്സ് SS റെസിഡ്യൂവലിനെ പോലെ തന്നെയാണ്. ഈ പ്രസ് വാല്യൂടെ ഏറ്റവും മിനിമം ആയിട്ടുള്ള വാല്യൂ P ആയിട്ട് ചൂസ് ചെയ്യും. ദെൻ ഈ P ചൂസ് ചെയ്തിട്ട് സബ്സെറ്റ് ഓഫ് റിഗ്രഷൻ സെറ്റ് ചെയ്യും. സോ ഇത്രയും മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇവാലുവേഷൻ ഓഫ് സബ്സെറ്റ് ഓഫ് റിഗ്രഷൻ മോഡൽ ചെയ്യുക. First one, coefficient of determination, adjusted coefficient of determination, residual mean square, Mallow CP statistic, Akaike's information criteria, Bayesian information criteria, press statistic. Thank you.